ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ച് ജയിലിൽ കിടന്നുകൊണ്ട് രേവതിയെയും അച്ഛനെയും അതുപോലെ വീട്ടിലുള്ളവരെയും ഒക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെടുക. അതുപോലെ തന്നെ രേവതി തൻ്റെ സച്ചേട്ടനും താനും ഉണ്ടായിരുന്ന ആ ഒരു സ്വകാര്യ നിമിഷങ്ങളെ പറ്റിയൊക്കെ ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടൊക്കെ അങ്ങനെ ഇരിക്കുക. ഇത് കഴിഞ്ഞ് തകർന്നിരിക്കുന്ന രേവതിയുടെ അരികിലേക്ക് ദേ വരുന്നു നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടി ചേച്ചിയെ സമാധാനിപ്പിക്കാനായിട്ട്. രേവതിയെടുത്ത് വല്ലതും വന്ന് കഴിക്കാൻ പറഞ്ഞു. എനിക്കൊന്നും വേണ്ട ശ്രീകാന്ത് എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാട്ടത്തി ശരിയാവുന്നത്? ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കേണ്ട മെഡിസിനൊക്കെ ഇല്ലേ, എന്തായാലും കുറച്ച് കഴിക്കാൻ പറഞ്ഞു. അന്നേരം രേവതി കരഞ്ഞുകൊണ്ട് എനിക്ക് ഇറങ്ങില്ല എന്ന് പറയുക. അപ്പോൾ അങ്ങനെ കരഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് വർഷയാണെങ്കിൽ ചേച്ചി ഞാൻ അഡ്വക്കേറ്റിനെ വിളിച്ചിട്ടുണ്ടല്ലോ, ഈ രാത്രി എങ്ങനെയെങ്കിലും ഒന്ന് കഴിയട്ടെ, നാളെ രാവിലെ ചെന്ന് സച്ചേട്ടനെ നമുക്ക് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് വരാൻ ചേച്ചി ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു. സ്റ്റേഷനിൽ വെച്ച് ജാമ്യം കിട്ടില്ല എന്നല്ലേ പറയുന്നതെന്ന് രേവതി അന്നേരം ചോദിച്ചു. അതൊക്കെ SI പറയുന്നതല്ലേ, അഡ്വക്കേറ്റ് വിചാരിച്ചാലേ ജാമ്യമൊക്കെ കിട്ടുമെന്നേ. സച്ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ സച്ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പാ. ഇങ്ങനെ ഒരു കേസിൻ്റെ പിന്നിൽ എന്തായാലും ആ ആൻ്റണി തന്നെയാണെന്ന് രേവതി അന്നേരം പറഞ്ഞു. ആ സ്ത്രീയെ കൊണ്ട് അയാൾ നിർബന്ധിച്ച് പരാതി കൊടുപ്പിച്ചതായിരിക്കും എന്നൊക്കെ പറയുമ്പം ശരിയായിട്ടത്തി പറയുന്നേ. മുന്നും പിന്നും നോക്കാതെയാണ് സച്ചേട്ടനെ പിടിച്ച് ലോക്കപ്പിൽ ഇട്ടിരിക്കുന്നതെന്ന് നമ്മുടെ ശ്രീകാന്തും പറഞ്ഞു. സച്ചേട്ടൻ ആ സ്ത്രീയെ തൊട്ടിട്ടില്ല. അവർ പരാതി കൊടുക്കാൻ വരുമ്പോൾ കാലേലും കയ്യേലും ഒക്കെ ബാൻഡേജ് ഉണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ച സർട്ടിഫിക്കറ്റും സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നെന്നും അവർ നല്ല വെൽ പ്ലാൻഡ് ആയിരുന്നു എന്ന കാര്യമൊക്കെ വർഷം ഇങ്ങനെ പറയുന്നത് കേട്ടോണ്ട് അച്ഛൻ വരുന്നേ. അത് മുറിവില്ലെങ്കിലും മറ്റുള്ളവരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാൻഡേജൊക്കെ കയ്യിൽ വെച്ച് കെട്ടാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ഇന്നത്തെ കാലത്ത് ഒരു പഞ്ഞുമില്ല അങ്കിളെന്ന് നമ്മുടെ വർഷം അന്നേരം പറയുക. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര ടെൻഷനായി. എന്തായാലും നാളെ കാര്യങ്ങൾക്ക് തീരുമാനമാകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു നമ്മുടെ വർഷ. നാളെ എൻ്റെ മോൻ എന്തായാലും പുറത്തിറങ്ങാൻ പറ്റുമെന്ന് അച്ഛനും പറയുന്നു. ലോക്കപ്പിനകത്ത് സച്ചേട്ടൻ കിടക്കുമ്പോൾ എനിക്കത് ഓർക്കാൻ പോലും വയ്യച്ചാന്നൊക്കെ പറഞ്ഞ് രേവതി സങ്കടപ്പെടുന്നു. മോളെ ഈ രാത്രി എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടിയേ പറ്റൂ, വേറൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ രേവതിയെ സമാധാനിപ്പിക്കുക. എൻ്റെ മോളിത് കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച് കൊടുക്കാൻ നോക്കുമ്പോൾ രേവതി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം മോൾ അത്താഴപ്പട്ടിണി കിടക്കരുത്, മോൾക്ക് മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് വേണ്ട അച്ഛാ, എന്നെ അച്ഛൻ ഇങ്ങനെ നിർബന്ധിക്കരുതെന്ന് രവിയേട്ടനോട് പറഞ്ഞു. പ്ലീസ് അച്ഛാ, എനിക്ക് വേണ്ട അച്ഛാ, എനിക്ക് കഴിക്കാൻ കഴിയില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയുമ്പോൾ ഇങ്ങനെ ആയാൽ എന്താ ചെയ്യുക മോളെ, കുറച്ചൊക്കെ മനസ്സിന് ധൈര്യം കാണിക്കണ്ടേ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. ഇപ്പം മനസ്സിന് ധൈര്യമൊക്കെ ഉണ്ട്, പിന്നെ ഇത് സച്ചേട്ടൻ്റെ കാര്യമായതുകൊണ്ട് ഇവർ രണ്ടുപേരും അങ്ങനെയാണല്ലോ അച്ഛാ എന്നൊക്കെ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു. അപ്പോൾ സ്റ്റേഷനിൽ അവൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കുക. നാളെ രാവിലെ വരെ മോൾ എങ്ങനെയെങ്കിലും ഒന്ന് ക്ഷമിക്കുക, നമുക്ക് തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുക. അത് കഴിഞ്ഞ് പിന്നെ വർഷയോട് ചോദിച്ചു മോള് വക്കീലിനെ കാര്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞില്ലേന്ന്. നാളെ തന്നെ വക്കീൽ വരില്ലേ എന്ന് പറയുമ്പം വരും അച്ഛാ അങ്കിളെ നോക്കാമെന്നാണ് പറഞ്ഞതെന്ന് വർഷ പറയുക. ശരിയെന്നും പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോയി. ഏട്ടത്തി കഴിക്കുക ഏട്ടത്തി, അല്ലെങ്കിൽ കിടക്ക് ഏട്ടത്തി, ഉറങ്ങേണ്ട സമയമായില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇതിനൊന്നും എനിക്ക് പറ്റില്ല, എനിക്ക് ഉറക്കമൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുക. എന്ന് കരുതി നേരം വെളുക്കുന്നവരെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ, ഏട്ടത്തി കിടക്കാൻ പറഞ്ഞു. അപ്പോൾ ശ്രീകാന്തെ ഇന്ന് ഞാൻ ചേച്ചിയുടെ കൂടെ കിടക്കുന്നത്, നീ ചെല്ലാൻ പറഞ്ഞു വർഷ. അങ്ങനെ രേവതിയുടെ കൂടെ വർഷ കിടക്കാനും അല്ലെങ്കിൽ സപ്പോർട്ടീവായിട്ടൊക്കെ ഇങ്ങനെ കൂടെ നിൽക്കുക കേട്ടോ. അങ്ങനെ എനിക്ക് കിടക്കാൻ പറ്റില്ല വർഷ, നീ കിടന്നോളാനൊക്കെ പറയുമ്പോഴത്തേ ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ ഞങ്ങളും മനസ്സുകൊണ്ട് വിഷമിക്കുക കേട്ടോ എന്ന് വർഷ ഇങ്ങനെ പറഞ്ഞു. അന്നേരം രേവതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരുന്നു. വാ ചേച്ചി വാന്ന് പറഞ്ഞ് നിർബന്ധിച്ച് രേവതിയെ വിളിച്ച് കിടത്തിയതിന് ശേഷം വർഷ രേവതിയെ കെട്ടിപ്പിടിച്ച് കൂടെ ഇങ്ങനെ ഒരു ആശ്വാസമായിട്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ. അങ്ങനത്തെ നമ്മുടെ വർഷ കിടന്നുറങ്ങി. ഈ സമയത്ത് സച്ചിയാണെങ്കിൽ സെല്ലി കിടന്ന് ഇങ്ങനെ ഭയങ്കര കരച്ചിൽ. രേവതി അവിടെ കിടന്ന് ഭയങ്കര സങ്കടം സഹിക്കാൻ മേലാതെ അങ്ങോട്ട് കിടക്കുന്നു. എനിക്ക് വീട്ടിലുള്ളവരെ പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ ചങ്ക് പൊട്ടുവാണെന്നൊക്കെ സച്ചി ഇങ്ങനെ അവിടെ നിന്ന് സ്വയം പറയും കേട്ടോ. എല്ലാം കഴിഞ്ഞ് നേരം വെളുത്തു. അച്ചമ്മയും വർഷയും കൂടി രേവതിയുടെ അടുത്തേക്ക് വന്നു. മോള് നേരത്തെ എഴുന്നേറ്റല്ലേ എന്ന് അച്ചമ്മ ചോദിക്കുക. അതിന് ഉറങ്ങിയിട്ട് വേണ്ട അച്ചമ്മ എഴുന്നേക്കാൻ, രേവതി ചേച്ചി ഈ നിമിഷം വരെ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ തലവേദനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ടാബ്ലറ്റ് കൊടുക്കുമായിരുന്നു എന്ന് വർഷ പറഞ്ഞു. സ്റ്റേഷനിൽ പോകണ്ടേ അച്ചമ്മേ, സച്ചേട്ടനെ ജാമ്യത്തിൽ ഇറക്കണ്ടേ എന്ന് രേവതി ചോദിക്കുമ്പം അതിനെക്കുറിച്ചൊന്നും മോൾ ആലോചിക്കേണ്ട, ഞാൻ നോക്കിക്കോളാമെന്ന് അച്ചമ്മ രേവതിയോട് പറയാം. എന്നിട്ട് വർഷയോട് മോളെ വർഷേ ആ വക്കീലിനെ വിളിച്ച് സ്റ്റേഷനിലോട്ട് വരണ്ടെന്ന് പറയാൻ പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് നമ്മൾ ജാമ്യം എടുക്കണം അച്ചമ്മേ എന്ന് വർഷ ചോദിച്ചു. അയാൾ ജാമ്യത്തിൽ ഇറക്കാമെന്ന് ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, നോക്കാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന കാര്യം അച്ചമ്മ ഇങ്ങനെ വർഷയോട് ചോദിക്കുക. എന്തായാലും വക്കീൽ വേണ്ട, ഇതിന് ഞാൻ മതിയെന്നും പറഞ്ഞിങ്ങനെ എനിക്ക്. അത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കും നമ്മുടെ ശരത്തിനെ കേട്ടോ. ശരത്ത് ഇങ്ങനെ അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുക, അതും ആൻ്റണിയെ വിളിച്ച് ആൻ്റണിയായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ആൻ്റണിയായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ആൻ്റണി ആരെങ്കിലും ഉണ്ടാവും എന്നൊക്കെ നോക്കിയാണ് വിളിക്കുന്നത്. പറയടാ എന്തൊക്കെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൻ്റണിയേട്ടൻ ഇപ്പോൾ എവിടെയുള്ളത്, ഓഫീസിലാണോ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വീട്ടിലാടാ. അതെ ഓഫീസിലൊന്നും പോയിട്ടില്ലെന്ന് പറഞ്ഞാൽ ആൻ്റണി നുണ പറയാം, തീരെ വയ്യ ശരത്തെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഡോക്ടറെ ഇപ്പം ഞാൻ കണ്ടിട്ട് വന്നതേ ഉള്ളൂ എന്ന് പറയുമ്പം വേദന ഉണ്ടോ ഇപ്പോൾ, സ്റ്റിച്ചൊക്കെ എടുത്തോന്ന് ചോദിച്ചു.
ഉം, ആ സ്റ്റിച്ചൊന്നും എടുക്കാറായിട്ടില്ലടാ എന്ന് ആൻ്റണി പറയുക. പിന്നെ വേദന എനിക്ക് തീരെ സഹിക്കാൻ മേലടാ. പിന്നെ എൻ്റെ കാര്യമൊക്കെ പോട്ടടാ, ആ പാവം സ്ത്രീയെ അവൻ ഉപദ്രവിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുവാണേ. അതാണ് സങ്കടം. അദ്ദേഹം നന്നാവാനൊന്നും പോകുന്നില്ല. ആക്സിഡൻറ്റിൻ്റെ പിന്നിൽ ആൻ്റണിയേട്ടനാണെന്നും പറഞ്ഞ് കണ്ണി കണ്ടവരെല്ലാം പിടിച്ച് തല്ലുക അദ്ദേഹം. ആദ്യം പിടിച്ചത് ഗജാനന്ദനെയാണെന്നൊക്കെ പറയുമ്പം അവന് വട്ടാടാ എന്നൊക്കെ ആൻ്റണി ഇവനോട് പറയണു. എന്തായാലും ഈ കേസിൽ അവൻ കുടുങ്ങുമെന്ന് ഉറപ്പാ, ജയിലിലും കിടക്കേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ ജയിലിൽ കിടക്കട്ടെ, അങ്ങനെയെങ്കിലും ഒന്ന് നന്നാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ട് ദേവു അങ്ങോട്ടേക്ക് വന്നു. പിന്നെ ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോഴാണെന്ന് പറയുമ്പോൾ പെട്ടുപോയില്ലേടാ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും ആൻ്റണി ചേട്ടനെ ഞാൻ സംശയിച്ചിരുന്നു കേട്ടോ, സോറി ആൻ്റണി ചേട്ടാ, എന്നോട് ക്ഷമിക്കുക കേട്ടോ എന്ന് പറഞ്ഞു. എന്തോ ആ സമയത്ത് ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി എന്ന് പറഞ്ഞ് ഇവർ ഫോണിൽ സംസാരിക്കുന്നത് നമ്മുടെ ദേവു കേൾക്കുക. അപ്പോൾ സാരമില്ലടാ, അതൊക്കെ പോട്ടേടാ, എനിക്കതിലൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നിൻ്റെ തെറ്റിദ്ധാരണയൊക്കെ മാറിയല്ലോ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ സന്തോഷമുള്ളടാ എന്ന് പറഞ്ഞു. എനിക്ക് ആൻ്റണി ചേട്ടനെ ഒന്ന് കാണുമായിരുന്നു, ഞാനിപ്പോൾ വീട്ടിലേക്ക് വരാം എന്ന് പറയുമ്പോൾ നമ്മുടെ ദേവു അതും കേട്ടു. അയ്യോ വേണ്ട എടാ, നീ വീട്ടിലേക്കൊന്നും വരണ്ടടാ, ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഓഫീസിലേക്ക് വരും, അപ്പം കാണാമെന്ന് പറഞ്ഞു. ഈ ആൻ്റണി ഓഫീസിലിരുന്നാണ് സംസാരിക്കുന്നത്, വീട്ടിലാണെന്ന് നുണയും പറഞ്ഞ്. അപ്പോൾ എനിക്ക് നല്ല റെസ്റ്റ് വേണം ശരത്തെ, നീ വരണ്ട, അത് പിന്നെ അധികം സംസാരിക്കരുന്ന ഡോക്ടർ പറഞ്ഞാൽ ശരി ഞാൻ വെച്ചേക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശരി എന്നും പറഞ്ഞ് ഫോണും വെച്ച് ഇവൻ തിരിയുമ്പോൾ കാണുന്ന ദേവുവിനെ. അപ്പം നീ ആൻ്റണിയെ കാണാനല്ല പോവേണ്ടത്, പോലീസ് സ്റ്റേഷനിൽ സച്ചേട്ടനെ കാണാനാണ് പോവേണ്ടതെന്ന് പറയുമ്പം ഞാനെന്തിനും അദ്ദേഹത്തിനെ കാണാൻ പോകണം, തെറ്റ് ചെയ്യുന്നതിനുള്ള ശിക്ഷ അദ്ദേഹം അനുഭവിക്കട്ടെ എന്ന് ഈ ശരത്ത് ദേവുവിനോട് പറയുമ്പം സച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് അമ്മ പറഞ്ഞ് അങ്ങ് വന്നു, അത് ഉറപ്പാ മോനെ എന്നും പറഞ്ഞു. എടാ ചേച്ചിക്ക് വേണ്ടി സച്ചേട്ടൻ എന്തും ചെയ്യും, ചിലപ്പോൾ ആൻ്റണിയെ സച്ചേട്ടൻ തല്ലിയിരിക്കാം, ഒരു പെണ്ണിനെയും സച്ചേട്ടൻ അങ്ങനെ തൊടില്ല എന്നും ആ സ്ത്രീ കൊടുത്തത് കള്ളപ്പരാതിയാണെന്നുള്ള കാര്യം 100% ഉറപ്പാണെന്നും ദേവു പറഞ്ഞു. അതിന് പിന്നിൽ നീ ഇപ്പം വിളിച്ച ആൻ്റണി തന്നെയാണെന്ന് പറഞ്ഞപ്പം ഒരു പെണ്ണിനെയും തൊടില്ല എന്ന് സച്ചേട്ടൻ വെള്ളം അടിച്ചു വന്ന് ചേച്ചി ഉപദ്രവിക്കാറില്ലേ എന്നതേ ചോദിക്കുക ഈ ശരത്ത്. അപ്പോൾ വഴക്കൊക്കെ കൂടാറുണ്ട്, പക്ഷേ ഇന്നേ വരെ സച്ചി രേവതിയെ തല്ലിയിട്ടില്ല എന്നും അവൻ അങ്ങനെ ചെയ്യില്ല എന്നും അമ്മ ശരത്തിനോട് പറയാം. അവനെ കള്ളക്കേസ് കുടുക്കിയതാണെന്നും. നിങ്ങളങ്ങനെയൊക്കെ വിശ്വസിച്ചോ? എന്തായാലും ഇന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും, ജയിലിൽ കിടക്കേണ്ടിയും വരും. അദ്ദേഹത്തെ ന്യായീകരിച്ച് സമയം കളയാതെ വീട്ടിൽ ചെന്ന് ചേച്ചിയെ കൂട്ടിക്കൊണ്ട് വരാൻ നോക്കാൻ പറഞ്ഞു, ചെല്ലാൻ പറഞ്ഞു ശരത്ത് അമ്മയെയും പെങ്ങളെയും പറഞ്ഞു വിടാൻ നോക്കുക. അപ്പോൾ അമ്മ നിന്ന് ഭയങ്കര കരച്ചില്ല. അവനിന്ന് ജാമ്യം കിട്ടുമോ മോളെന്ന് ചോദിച്ചു. അമ്മ സങ്കടപ്പെടലേ, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു തീർന്നില്ല, തൊട്ടടുത്ത നിമിഷം നമ്മുടെ അച്ചമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുക, അതും വർഷയും കൂട്ടിക്കൊണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്കും വനിതാ പോലീസുകാരൊക്കെ അച്ചമ്മയെ തടയുന്നുണ്ട്, എല്ലാത്തിനും ചവിട്ടി ഒതുക്കിക്കൊണ്ട് നമ്മുടെ അച്ചമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ അച്ചമ്മയെ കണ്ടപ്പോഴത്തേക്കും SI ചോദിച്ചു, ആരാ ഇവരെ ഇങ്ങോട്ട് കയറ്റി വിട്ടതെന്ന്. സാറേ അനുവാദം ചോദിച്ചിട്ടേ കയറാൻ പാടുള്ളൂ പറഞ്ഞത്, മൈൻഡ് ചെയ്യാതെയോ കയറി വന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വനിതാ പോലീസുകാർ പറഞ്ഞു, നിങ്ങൾ പുറത്തിരിക്കും ഞാൻ വിളിക്കാം എന്ന് SI അച്ചമ്മയോട് പറയുമ്പം ഞാനേ ഇവിടെ ഇരിക്കാൻ വന്നവളല്ല, ഇവിടെ നിന്ന് ഒരാളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വന്നതാണെന്ന് അച്ചമ്മ പറയുമ്പം ഇത് പോലീസ് സ്റ്റേഷനാ, വഴിമാറി വന്നതൊന്നും അല്ലല്ലോ എന്ന് SI ചോദിച്ചു. വഴി മാറിയിട്ടൊന്നുമില്ല, നിങ്ങളെപ്പോലെ വകതിരിവില്ലാത്തവരും അല്ല എന്ന് അച്ചമ്മ അന്നേരം പറഞ്ഞു. എൻ്റെ കുഞ്ഞെവിടെയാണെന്ന് ചോദിച്ചു. വിളിക്കാവനെ എന്ന് പറയുമ്പോൾ കുഞ്ഞോ, ഏത് കുഞ്ഞ്? അപ്പം സച്ചേട്ടനെ പുറത്തിറക്കാനാണ് ഞങ്ങൾ വന്നതെന്ന് വർഷ പറഞ്ഞു. ഇത് സച്ചേട്ടൻ്റെ അച്ചമ്മ, ഞാൻ അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ വൈഫാണെന്ന് നമ്മുടെ വർഷ പറഞ്ഞു. ജാമ്യം കിട്ടില്ല എന്ന് ഇന്നലെ വന്ന അവൻ്റെ ബ്രദറിനോട് ഞാൻ പറഞ്ഞതാണല്ലോ, പിന്നെ എന്തിനാണാവോ രണ്ടുപേരും കൂടി ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ SI ചോദിക്കുമ്പോൾ പിന്നെ എന്തിനാണാവോ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്നത് എന്നും പറഞ്ഞിട്ട് അച്ചമ്മ പറഞ്ഞതുപോലെ തന്നെ തിരിച്ച് അയാളെയും കളിയാക്കി പറയുക. അപ്പോൾ അവനെ ജാമ്യം എടുത്ത് കൊണ്ടുപോകാനൊന്നും അല്ല ഞാൻ വന്നത്, അവനെ കേസിൽ നിന്ന് ഒഴിവാക്കി കൂട്ടിക്കൊണ്ടു പോകാനാണെന്ന് അച്ചമ്മ പറയുമ്പം നിങ്ങൾക്കത് തലയ്ക്ക് സുഖമില്ലെന്ന് ചോദിച്ചു. അപ്പോൾ സാറിന് തലയ്ക്ക് സുഖമില്ലാത്തതെന്ന് നമ്മുടെ അച്ചമ്മ അന്നേരം SIയോട് പറഞ്ഞു. അതുകൊണ്ടാണല്ലോ നിരപരാധിയായി എൻ്റെ മോനെ പിടിച്ച് ലോക്കപ്പിലിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം എനിക്ക് ജോലിയുണ്ട്, ശല്യം ചെയ്ത് നിങ്ങളിവിടുന്ന് പോകാൻ പറഞ്ഞു SI. അപ്പം ഞങ്ങൾക്കും ജോലിയുണ്ട്, അതുകൊണ്ട് എൻ്റെ മോനെ പെട്ടെന്ന് വിടാൻ പറഞ്ഞു അച്ചമ്മ, ഞങ്ങൾക്കും പോകണമെന്ന്. നിങ്ങളുടെ മകൻ ചെയ്ത കുറ്റം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിച്ചു. അവനൊരു പെണ്ണിനെ തല്ലി ചതച്ചു എന്നുള്ളതല്ലേ കുറ്റം അല്ലേ? നല്ല പരിക്കു പറ്റി ഹോസ്പിറ്റലിൽ ചെന്ന് ബാൻഡേജൊക്കെ ചെയ്ത് ഇവിടെ വന്ന് എൻ്റെ മകനെതിരെ പരാതി തന്നു, അതല്ലേ? അതെ, അവൻ ജയിലിൽ കിടക്കും എന്നും പറഞ്ഞിട്ട് ഇയാൾ കളിയാക്കുമ്പോൾ അവനെ എൻ്റെ വീട്ടിൽ കിടക്കുമെന്ന് അച്ചമ്മ ഇയാളെ വെല്ലുവിളിച്ചു. കാലാവധി കൊണ്ടുപോയിരിക്കും അവനെ എന്നും പറഞ്ഞ് വെല്ലുവിളിക്കുമ്പോൾ വർഷേ നീ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വർഷതേ ചെന്ന് അവളെ അവളെ കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യമാണ് നിങ്ങൾ ഈ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു. ജാമ്യം കിട്ടാനൊന്നും പോകുന്നില്ല, നിങ്ങൾ അവളെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല, പിന്നെ എന്നാലും കോടതിയിലൊരു ജാമ്യാപേക്ഷ കൊടുത്ത് നോക്ക് എന്നൊക്കെ ഒരു ഔദാര്യമായിട്ട് ഇങ്ങനെ ഈ SI പറയുമ്പോൾ താങ്കളുടെ ഉപദേശത്തിന് നന്ദി എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ ഇയാളെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. പറഞ്ഞു തീർന്നില്ല, വരുന്നു ആ മുതലിനെയും കൊണ്ട് നമ്മുടെ അച്ചമ്മ വർഷ ഒരു കുഴപ്പമില്ലാതെ കല്ലുമുട്ടി പോലെ വന്ന് ഇങ്ങനെ നിൽക്കുക അവിടെ. അപ്പോൾ ഇയാളിത് കണ്ട് അന്തം വിട്ട് ഇങ്ങനെ പുള്ളിക്കാരിയെ നോക്കുക. സാറേ
ഈ കുട്ടിയല്ലേ ഇന്നലെ പരാതി വന്നതെന്ന് അച്ഛമ്മ ചോദിച്ചു. അപ്പം അതെ, എൻ്റെ മോൻ തല്ലി ചതച്ച കുട്ടിയല്ലേ ഇത്? ആ, ഇന്നലെ വരുമ്പോൾ തലയിലും കയ്യിലും ഒക്കെ ബാൻഡേജ് ഉണ്ടായിരുന്നു, ഇപ്പം അതില്ല. സാറൊന്ന് നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ഇവളെ കാണിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്കും സാർ അടിമൂടി നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല ജിൽ ജിൽ എന്നും പറഞ്ഞ് വന്ന് നിൽക്കുന്നു. പേടിച്ച് വിറച്ച് ഇങ്ങനെ നോക്കുക എല്ലാവരെയും മാറി മാറി ഈ പുള്ളിക്കാരി. അപ്പോഴേക്ക് എസ് ഐ അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. ഇത്ര പെട്ടെന്ന് മുറിവൊക്കെ ഉണങ്ങിയോ സാറേ? ഒരു പാട് പോലും കാണുന്നില്ലല്ലോ എന്നൊക്കെ അച്ഛമ്മ എസ് ഐയെ കളിയാക്കി ചോദിക്കുമ്പോൾ എസ് ഐ തുറിച്ച് നോക്കി നിൽക്കുക. ഇത്ര പെട്ടെന്ന് മുറിവ് ഉണങ്ങിയ ആ സംഭവം സാറിനോടൊന്ന് പറഞ്ഞാൽ തന്നെ ചേച്ചി നമ്മുടെ വർഷ. അപ്പോൾ പറ കൊച്ചേ. അപ്പോഴത്തേക്കും ചേച്ചി വിവരങ്ങളെല്ലാം വിശദീകരിച്ചു പറയുക. അപ്പോൾ അവൻ്റെ കൂടെ നിന്ന് സച്ചിക്ക് പരാതി കൊടുക്കണമെന്ന് ആൻ്റണി എന്നോട് പറഞ്ഞിട്ടാണെന്ന് ഈ പുള്ളിക്കാരി പറയാം. അവൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ പരാതി തന്നതാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും കേട്ടോ. ഈ നാറി വെളുത്ത് ഇങ്ങനെ നിൽക്കുവാണ്, എല്ലാത്തിനും പൊളിച്ചടിക്കില്ല നമ്മുടെ അച്ഛമ്മ. സച്ചി എന്നെ തൊട്ടിട്ട് പോലും ഇല്ല സാറേ എന്ന് പറയുമ്പോഴും എസ് ഐക്ക് കലിപ്പ്. ആൻ്റണിയുടെ പരിചയത്തിലുള്ള ഒരു നേഴ്സാണ് എനിക്ക് ബാൻഡേജ് ചെയ്ത് തന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ സാറേ എന്നോട് ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ അവൻ എവിടെ നിന്നോ സംഘടിപ്പിച്ചതാ, ഞാൻ തന്നത് കള്ളപ്പരാതിയാണ് സാറേ എന്നൊക്കെ അഞ്ജന പറയുമ്പോൾ തന്നെയൊക്കെ എന്താ വേണ്ടോന്ന് അറിയാമെന്ന് ചോദിച്ചു. താനെന്താണോ എന്നെ വിഡ്ഢിയാക്കുകയാണോ എന്നൊക്കെ എസ് ഐ ഇവരോട് ചോദിച്ചു. സച്ചിക്കെതിരെ എനിക്ക് ഒരു പരാതി ഇല്ല സാറേ, അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്നും ഈ പെണ്ണ് ഇങ്ങനെ താണുകയാണ് അപേക്ഷിച്ച് പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് അപ്പോൾ ഇനി ഞങ്ങൾ ജാമ്യം എടുക്കാൻ കോടതിയിലൊന്നും പോകണ്ടല്ലോ അല്ലേ സാറേ എന്ന് ചോദിച്ചു. നാറി വെളുത്ത് ഇങ്ങനെ നിൽക്കുക ഇവരുടെ മുന്നിൽ. എൻ്റെ കുഞ്ഞിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വാ സാറേ, ഇല്ലെങ്കിലേ സാറിനെ ഞാൻ കോടതി കയറ്റുമെന്ന് നമ്മുടെ അച്ഛമ്മ പറഞ്ഞു. ഇയാൾ ചൂളിപ്പോയി. എടോ അവനെ വിളിച്ചോണ്ട് പാടോ എന്നും പറഞ്ഞുകൊണ്ട് കൂടെയുള്ള പോലീസുകാരനോട് എസ് ഐ പറഞ്ഞു സച്ചി ഇറക്കിക്കൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് ഇയാൾ ചെവിയും ചൊറിഞ്ഞിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അച്ഛമ്മ ആരാ പൊന്നുമോള്, കളി അച്ഛമ്മയുടെ അടുത്താണോ? അപ്പോഴത്തേക്ക് അയാൾ ചെന്ന് തന്നോട് വരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. കോടതി കൊണ്ടുപോകാനാണ് സാറേ എന്ന് നമ്മുടെ സച്ചി ചോദിച്ചപ്പോൾ അല്ല, നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ നിൻ്റെ അച്ഛമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും തനിക്കെതിരെ പരാതി തന്ന ആ സ്ത്രീയും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സച്ചി അന്തം വിട്ടിങ്ങനെ നോക്കുക. തൻ്റെ അച്ഛമ്മയോ അവരെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞു. അച്ഛമ്മയോ? തനിക്കെതിരെ തന്നത് കള്ളക്കേസാണെന്ന് അവർ സമ്മതിച്ചു, താൻ ഇറങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ സച്ചി ഇറങ്ങി വരുമ്പോൾ നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ അവിടെ നിൽക്കുക. മകനെ കണ്ടത് ഓടിച്ചെന്ന് അച്ഛമ്മ കെട്ടിപ്പിടിച്ചു കരഞ്ഞു കേട്ടോ. സച്ചിയും തകർന്ന് ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ അവർ നിന്നെ ഉപദ്രവിച്ച മോനെ എന്നൊക്കെ അച്ഛമ്മ ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ അച്ഛമ്മയും കൊച്ചുമോനും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ ഇയാളാണെങ്കിൽ നാറി വെളുത്ത് അവിടെ നിൽക്കുക ഈ എസ് ഐയെ. ബാക്കി അവർക്കൊക്കെ സന്തോഷമായി. ഈ പെണ്ണാണെങ്കിലും ചമ്മി വിളറി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അങ്ങനെ അച്ഛമ്മയും നല്ല അന്തസ്സായിട്ട് നമ്മുടെ സച്ചിയെ പുല്ല് പോലെ പുറത്തിറക്കി കൊണ്ടുവരുന്നു. രേവതി മരുന്നും ഭക്ഷണമൊന്നും കഴിച്ച് കാണത്തില്ലായിരിക്കും അല്ലേ അച്ഛമ്മ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. അവൾ കഴിക്കില്ലെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ സങ്കടപ്പെടുമ്പോഴത്തേക്ക് അച്ഛമ്മ നേരെ എസ് ഐയുടെ എടുത്ത് ചെന്നു. നിങ്ങളൊക്കെ മനുഷ്യരാണെന്ന് ചോദിച്ചു. ദേ ഹൃദയം എന്ന് പറയുന്നൊരു സാധനം നിങ്ങൾക്കൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് പിന്നെ ഒരു കേസാകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ, എങ്ങനെ സംഭവിക്കുമെന്നോ നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു. ദേഷ്യപ്പെട്ടു നമ്മുടെ അച്ഛമ്മ. അപ്പോൾ സാർ ഒരു പരാതി കിട്ടിയാൽ അതിനെപ്പറ്റി അന്വേഷിക്കണ്ടേ, അല്ലാണ്ട് പരാതി കിട്ടിയാൽ ഉടനെ ആളെ പിടിച്ച് അകത്തിടുകയാണോ വേണ്ടത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുക. അപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അത് കള്ളപ്പരാതിയാണെന്ന് ഞാൻ എത്ര തവണ സാറിനോട് പറഞ്ഞു, പക്ഷേ അതൊന്നും കേൾക്കാൻ സാർ തയ്യാറായില്ലല്ലോ എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ അവിടെ നിന്ന് പറയും. എന്തായാലും പോലീസുകാരൻ്റെ ആട്ടപ്പ് തീർപ്പിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനുശേഷം സച്ചി അഞ്ജന എന്ന് പറയുന്ന പെണ്ണിൻ്റെ അടുത്തേക്ക് ചെന്നു, നല്ല ഭേഷായി അവക്കും കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.